ഹലോ ഫ്രണ്ട്സ്, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക ഇവ രണ്ടിനെ കണക്ട് ചെയ്യുന്ന പനാമ എന്ന സ്ഥലവും അവിടെയുള്ള പനാമ കനാലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പസഫിക് ഓഷ്യനെയും അറ്റ്ലാന്റിക് ഓഷ്യനെയും കണക്ട് ചെയ്യുന്ന ഈ കനാല് വലിയൊരു ലാൻഡ്മാർക്ക് തന്നെയാണ്. ഈ മനുഷ്യനിർമ്മിത അത്ഭുതത്തിന് ഒരുപാട് ഫ്രഞ്ചുകാരുടെ ജീവനെടുത്ത ചരിത്രങ്ങളുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. കപ്പൽ ഇപ്പോൾ സഞ്ചരിക്കുന്ന കടലിൽ നിന്നും പല പല ലോക്കുകളിൽ വെച്ച് കപ്പലിനെ പടിപടിയായി ഉയർത്തി നടുക്കുള്ള ഒരു കനാലിലെത്തിക്കുകയും അതുപോലെ തന്നെ പല പല ലോക്കുകളിൽ കപ്പലിനെ പടിപടിയായി താഴ്ത്തി അടുത്ത കടലിലേക്ക് ഇറക്കിവിടുകയാണ് പനാമ കനാലിൽ ചെയ്യുക. UK അങ്ങ് നിന്ന് ഇങ്ങോളം മനുഷ്യനിർമ്മിതമായ കനാൽ ശൃംഖലകളാൽ ബന്ധിതമാണ്. UKയുടെ അനീവൻ പ്രതലത്തിൽ പല തട്ടുകളിലായിട്ടാണ് ഈ കനാൽ നിർമ്മിതി നടന്നിരിക്കുന്നത്. പനാമ കനാലിന്റെ മിനിയേച്ചർ മോഡൽസ് ഉപയോഗിച്ചാണ് ഈ കനാലുകളിൽ ബോട്ട് സഞ്ചാരം സാധ്യമാക്കിയിരിക്കുന്നത്. അതെങ്ങനെയെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഇത് നമ്മൾ പോകുന്നത് 128 അടി താഴ്ചയുണ്ട്. 5 ടയറായിട്ടാണിത്. ഫസ്റ്റ് ടയറിൽ 55 ഫീറ്റും അത് കഴിഞ്ഞിട്ട് 45 ഫീറ്റും ബാക്കിയുള്ളത് 3 ടയർ വരുന്നത് അടുത്തടുത്ത് വളരെ ഇങ്ങനെ അടുത്തടുത്താണ് ഡോറുകളും കാര്യങ്ങളെല്ലാം വരുന്നത്. അത് മൂന്നാമത്തെ നോക്കുന്നത് ഇവിടുത്തെ വാട്ടർ ട്രാഫിക് ആണ് നോക്കുന്നത്. ഫസ്റ്റ് സെക്കൻഡ് നോക്കുന്നത് ഓൺ റെസ്പോൺസിബിലിറ്റിയാണ് ബോട്ട് ഓടിക്കുന്നവരുടെ. അപ്പോൾ ഇപ്പോൾ ബോട്ട് വരാനുള്ളതാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പോകുന്ന വഴി കൂടെ വരും. എല്ലാ 15 മിനിറ്റിലോ 20 മിനിറ്റിലോ അല്ലെങ്കിൽ 1 അവറിലോ വരും. ഇതാണ് വാട്ടർ വേ. അപ്പുറത്തൊക്കെ കയറ്റിയിട്ടുണ്ട്. അത് പക്ഷേ ഇതാണ് ഷെഡ് പോലാണല്ലേ? അല്ല, ഇത് ഹോൾട്ട് ചെയ്ത് കിടക്കുന്ന രാത്രി മൊത്തം. ഓക്കെ. അത് ഇവിടെ 5 days വരെ അലൗഡ് ആണ്. നമ്മളെ മറ്റേ പാർക്കിങ്ങിന് ടൈം അലോട്ട് ചെയ്യുന്ന പോലെയാണ്. 5 days വരെ അലൗഡ് ആയിട്ട് സ്ഥലത്താണ് അവരൊക്കെ കിടക്കുന്നത്. അതുവഴി വേ ഉണ്ടല്ലേ? അതിൽ കൂടെ എടുത്തിട്ട് പോകും രാത്രി കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ വഴി കൂടെ നമുക്ക് വെയിൽസ്, ഗ്ലോസ്റ്റർ, വെസ്റ്റ് മിഡ്ലാൻഡ്സിലുള്ള എല്ലാ സ്ഥലങ്ങൾ, പോർട്സ്മൗത്ത്, ലിവർപൂള്, അങ്ങനെ നമുക്ക് ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കും ഇവിടുന്ന് നമുക്ക് പോകാൻ പറ്റും. വെള്ളത്തിൽ കൂടെ പോകാം. ഇതിൻ്റെ ബോട്ട് യാർഡ് ഉണ്ട്. അത് നമുക്ക് ഇവിടുന്ന് 1 മൈൽ അപ്പുറത്തായിട്ട് നമുക്ക് വീടിൻ്റെ അടുത്ത് തന്നെ കോംപ്ടൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇംഗ്ലണ്ടിൽ ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഈ രീതിയിൽ ഈ 5 ടയറിൽ വർക്കൗട്ട് ചെയ്യുന്നത്. 5 ലോക്ക് ഉണ്ട് ഇവിടെ അല്ലേ? 5 ലോക്ക്. അതിൽ 2 ലോക്ക് 1/2 കിലോമീറ്ററിൽ, ബാക്കി 3 ലോക്ക് 3 സെന്റിമീറ്റർ ഗ്യാപ്പിലും. ഫസ്റ്റ് ലോക്കാണ് ഇതാ കാണുന്നത്. അത് 60 അടി താഴെയാണ് വരുന്നത്. ആ ലോക്ക് നമ്മൾ തള്ളും. അത് ലോക്കിന് ഓൺ ആക്കിയിട്ട് ഒരാൾക്ക് അപ്പുറത്തുനിന്ന് വെച്ച് തള്ളും, അടുത്ത ആൾക്ക് അപ്പുറത്തുനിന്ന് വെച്ച് തള്ളുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് അത് ഗേറ്റ് ഡിവൈഡ് ആവും. ഗേറ്റ് ഓപ്പൺ ആക്കും. എന്നിട്ട് പതുക്കെ വെള്ളം അതിന്റെ തെക്കി ഇരിക്കും. ഗേറ്റ് ഓപ്പൺ ആകുമ്പോൾ വെള്ളം അതിനകത്തോട്ട് ഇരുന്നോളൂ അല്ലേ? അതിന് വേറൊരു 2 റൂട്ട് ഉണ്ട്. ആ റൂട്ട് കാണിച്ചു തരാം. ആ റൂട്ടിൽ കൂടെ വെള്ളം പോയിട്ട് അതിൻ്റെ അകത്ത് ഫില്ലാവും. എന്നിട്ട് അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് ബോട്ടിനെ ഓടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഡോറിന് ക്ലോസ് ചെയ്യും. എന്നിട്ട് വാട്ടറിനെ ഇരുത്തി കൊടുക്കും. നമുക്ക് പറ്റിയ ബോട്ട് വരാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് നടക്കണേ. കഷ്ടം വരക്കിട്ട് നാരോ ബോട്ട്സ് ആണ് ഇവിടുത്തെ അല്ലേ? ഇവിടെ നമ്മൾക്കിടെ നാട്ടിലത്തെ ഇവിടെ ബോട്ടുകൾക്ക് അളവുണ്ട്. അതിൽ കൂടുതൽ ബോട്ട് പണിയാൻ പാടില്ല. ഇവിടെ വീതി ഒരുപാട് കൂട്ടി പണിയില്ല അല്ലേ? ഇത് കുറച്ചു കഴിയുമ്പോൾ ഒരു 3 മണി കഴിഞ്ഞാൽ നിറച്ച് ആളുകളായിരിക്കും കാലത്തും വൈകിട്ടും. ഇവിടെ കാണാനായിട്ട്. കാണാനും ആളുകൾ സൈക്കിൾ ഓട്ടുന്നതും. സൈക്കിൾ പാത്താണല്ലേ? ഞാൻ ഈ വഴി കൂടെ സൈക്കിൾ ഓട്ടി മുമ്പണ്ട് പോകും. ശരി. എന്നിട്ട് ഈ കഴിഞ്ഞ ദിവസം പോയിട്ട് 4 മണിക്കൂർ കഴിഞ്ഞ് വന്നതാണ്. അതെ, അവിടെ ഒരു ചെടിയിൽ ടച്ച് ചെയ്തേ. പക്ഷെ പിന്നെ ചൊറിയണോ കേട്ടോ? ചൊറിയണം പോലത്തെ. പക്ഷെ ഈ നെറ്റിൽസിന്റെ അടുത്ത് മങ്കി ഉണ്ടാവും കേട്ടോ. അപ്പൊ മറ്റേ ലോക്ക് കാണാനുള്ള പോക്കാണ്. ലോക്ക് എന്ന് വെച്ചാൽ പനാമ കനാലിൽ കാണുന്ന രീതിയിലുള്ള ലോക്ക് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാനുള്ള പോക്ക്. ഇത് ഈ കാണുന്നത് 40 അടി താഴ്ച. ഇത് 40 അടി താഴ്ചയിൽ വരുന്ന വെള്ളം യൂട്ടിലൈസ് ചെയ്ത് നിർത്തും. ഓവർഫ്ലോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറം മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു പോകും. ഈ വെള്ളത്തിന് ഈ വഴി കൂടെ ചാടിച്ച് അതിനെ വേറൊരു പാത്തിക്കൂടെ കൊണ്ടുവന്ന് അപ്പുറം താഴത്തേക്ക് വിടും. ഈ വഴി കൂടെ അങ്ങ് ചാടിക്കും അല്ലേ? വേറെ വഴി കൂടെ വരും. അത് ഇപ്പൊ നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ കൊണ്ടുപോകും. നോക്കട്ടെ, ബോട്ട് തുറക്കുന്നു. അവര് തുറന്നു കേട്ടാ. സൈഡിലെ ലോക്ക് അടച്ചു തന്നെ ഇട്ടേക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതുപോലെ ഇവിടെ പ്രതലത്തിനടുത്ത് തന്നെ ജലനിരപ്പുണ്ട്. അപ്പുറത്തെ സൈഡ് അവർ തുറന്നു കഴിഞ്ഞു. അപ്പം മിക്കവാറും അതിനകത്തെ വെള്ളം അപ്പുറത്തെ ലൈൻ ലീക്കിലേക്കാണ്. ഓക്കെ, നമുക്ക് ചെന്ന് നോക്കാം.
ഡോക്കിനകത്തെ വെള്ളവും അതിന്റെ അപ്പുറത്തെ വെള്ളവും ഇപ്പൊ ഏകദേശം ഈക്വൽ ലെവലാണ്. ഗേറ്റ് തുറന്നു. നമുക്ക് വന്നോണ്ട് തന്നെ ആ വ്യൂ കിട്ടി കേട്ടോ. എന്തോ അപ്പൊ വന്ന കൂട്ടത്തിൽ രണ്ടുപേര് ഗേറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് വന്നു. ഒരാൾ ബോട്ട് കൺട്രോൾ ചെയ്ത് ലോക്കിനകത്തേക്ക് വിട്ടു. അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ മറ്റേ റിവേഴ്സ് ഗിയർ ഇട്ട് ബോട്ട് സ്ലോ ചെയ്തു. ക്ലോസിങ് ഇറ്റ് അടയ്ക്കുവാണേ. അവരുടെ അധ്വാനം കണ്ടാൽ അറിയാം, നല്ല വെയിറ്റ് ഉള്ള സംഭവമാണ്. ശരിക്കും വാട്ടർ ഫോഴ്സ് ഉള്ളത് അടഞ്ഞിരിക്കുന്നതാണല്ലോ, നല്ല വെയിറ്റ് ആണ്. ഇതെല്ലാം രണ്ട് ഗേറ്റ് തമ്മിൽ അടയുന്നത് കാണാൻ നല്ല ബുദ്ധിമുട്ട്. അമ്മച്ചി എന്തായാലും ബോട്ടിൽ പാട്ടിട്ട് തകർത്തേക്കും. താഴ്ഭാഗത്ത് ഗേറ്റ് അടച്ചു, ഇനി മോൾ ഭാഗത്ത് ഗേറ്റിലാണ് ഓപ്പൺ. So want to open it now? Oh yeah. So ബോട്ട് താഴെ എത്തി, എന്നിട്ട് വെയിറ്റ് ചെയ്യുവാണേ. താഴെ എത്തിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഇനിയാണ് നമ്മൾ മാജിക് കാണാൻ പോകുന്നത്. ഈ ലെവലിൽ കിടക്കുന്ന ബോട്ട് ഇനി ആ ഉയർന്ന ലെവലിലേക്കാണ് കയറി പോകുന്നത്. അവർ അത് ബോട്ടകത്താക്കിയിട്ട് മുകളിലേക്ക് കയറി നിൽക്കുവാണ്. പിന്നെ ടൈ ഇത് വെച്ച് കഴിഞ്ഞിട്ട് അവർ അല്ലെങ്കിൽ ബോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ആടും. സ്റ്റേബിൾ ആക്കിയിട്ട് അടുത്ത മൂവ്മെൻ്റ് ഉണ്ട്. അവർ ഇത് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് അടുത്തൊരു ബോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് പോകാൻ പറ്റും. സോ ദേ ട്രൈഡ് ഇറ്റ് ആൻഡ് ട്രൈങ് ടു ഓപ്പൺ ദാറ്റ് ലോക്ക്. ലോക്ക് എന്ന് പറയുന്നതിനേക്കാൾ ഗേറ്റ് എന്ന് പറയുന്നതായിരിക്കും. കാരണം ഈ രണ്ട് ഗേറ്റുകൾക്കുള്ളിലുള്ള ആ ചേംബറിനെയാണ് അവർ ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ശരിക്കും അവരകത്ത് ഇരിക്കുന്ന ഒരു ലിവർ ലോക്കാണ്. അതുവഴി ഇതിന്റെ താഴത്തെ ചേംബറിൽ വാട്ടർ അൺലോക്ക് ആവും. അപ്പോൾ എന്താണ്, താഴെയാണെന്നാണ് വെള്ളം പോകുന്നത്, മുകളിലല്ല. ഇതുണ്ട്, താഴത്തെ അറയിൽ നിന്ന് വെള്ളം വന്ന് നിറയുവാണ്. ഈ ലോക്കിന്റെ അപ്പുറത്തെ ഗേറ്റിലുള്ള ലിവർ ഓപ്പൺ ചെയ്യുമ്പോൾ വെള്ളം ഇതിനകത്തുനിന്ന് പോവുകയും ഈ ഗേറ്റിന്റെ സൈഡിലെ ലിവർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് മുകളിലുള്ള വെള്ളം താഴേക്ക് വന്ന് ഇതിലേക്ക് നിറയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പനാമ കനാല് പോലെ തന്നെ മോട്ടറൊന്നും വേണ്ട, ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ ഓട്ടോമാറ്റിക്കായി വർക്ക് ചെയ്യുന്ന സംവിധാനം. പിന്നെ ജലത്തിന്റെ പ്രത്യേകത അറിയാമല്ലോ, ഉയർന്ന പ്രതലത്തിൽ നിന്ന് താഴ്ന്ന പ്രതലത്തിലേക്ക് ഭൂമിയുടെ ഗുരുത്വാകർഷണം മൂലം അതൊന്നും ഒഴുകിക്കൊണ്ടിരിക്കും. രണ്ടിടത്തെയും ജലനിരപ്പ് സെയിം ആകുന്നതുവരെ ഈ ഒഴുക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ജലനിരപ്പ് ഉയരുമ്പോൾ സ്വാഭാവികമായും ജലത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന എന്തും തനിയെ അത് ഉയർന്നോളും. ആ മുകളിലത്തെ കനാലിന്റെ ജലനിരപ്പിലേക്ക് നോക്കിയാൽ താഴത്തെ ആ ലോക്കിലേക്ക് പോകുന്ന ജലത്തിന്റെ ആ ഒരു സെക്ഷൻ പവർ നേരിട്ട് കാണാൻ പറ്റും. ലോക്കിലേക്ക് ഒഴുകിയിറങ്ങിയ വെള്ളത്തിന്റെ ശക്തി കാരണം ഇവിടെ കിടന്ന ബോട്ട് ഒഴുകി അങ്ങോട്ടേക്ക് ഒഴുകും. ഗേറ്റിൽ പോയി തട്ടാതിരിക്കാനായിരിക്കും അപ്പൊ കെട്ടിയിട്ടത്. നമ്മുടെ ടീമുകളെല്ലാം താഴത്തെ ഗേറ്റിന്റെ സൈഡിൽ നിൽക്കുന്ന നോക്കും. പുരാണം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ബോട്ടിന്റെ മുകൾ ഭാഗത്തിന്റെ പ്രതലത്തിനടുത്ത് എത്തി. നമുക്ക് ബോട്ട് ഉയർന്നു തന്നെ നമുക്ക് ശ്രദ്ധിക്കും. Up to the level now. So ഇത് അഴിച്ചു മാറ്റുകയാണ്. So they are opening the gate. ഗേറ്റ് അല്ല, വാട്ടറിന്റെ വാൽവാണ് ഓപ്പൺ ചെയ്തത്. മറ്റേ പുള്ളിക്കാർ ഒരു വശത്തെ മാത്രമേ ഓപ്പൺ ചെയ്തുള്ളൂ. ഈ പുള്ളിക്കാർ വന്ന് ഇപ്പുറത്ത് ഓപ്പൺ ചെയ്തു.
അപ്പോൾ ഒരേ ലെവലിലാവും വെള്ളം. ഞാൻ ഇത്ര ഇൻട്രസ്റ്റോടെ വീഡിയോ എടുക്കുന്നത് അവർക്കത് തമാശയായിട്ട് നടന്നത്. A good technique. But hiring about, I'll do later. I heard this technique in Panama Canal. In Panama Canal. Yeah, it's the same technique. അപ്പോൾ ആ മുകളിലത്തെ കനാലിലെയും ഈ ലോക്കിലെയും ജലനിരപ്പ് സെയിം ആയിട്ടുണ്ട്. ബോട്ട് ഇതാ മുകളിലെത്തിയാണ്ടോ. ഇനി ഇതിനകത്ത് ഈ രീതിയിലൊന്ന് ട്രാവൽ ചെയ്യണം. എവിടെ കിടന്ന സാധനമാണ്, ശരിക്കും എത്ര അടി താഴ്ച കിടന്ന സാധനമാണ് വെറുതെ എവിടെ എത്തിയത്. ഇതിനകത്ത് ഓപ്പൺ ഇറ്റ്. അവരാ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത് വിചാരിക്കുന്നവർ അത്ര സിമ്പിൾ അല്ലാട്ടാ. അവരാ തുറക്കുന്ന രീതി കണ്ടാൽ മനസ്സിലാകണ്ട. നല്ല വെയിറ്റ് ഉള്ള സാധനമാണ് ഇത്. Same level. Open the route. ഇപ്പൊ ഒളിച്ചു പോയാണ്. They are moving. They are moving now. ഇങ്ങനെ കണ്ടോ, ഒരു ബോട്ട് ലിഫ്റ്റിംഗ് പൂർണ്ണമായി നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു. പല അടി താഴ്ചയിൽ കിടന്ന ബോട്ടിനെ ഉയർത്തിക്കൊണ്ടുവന്ന് അതിന്റെ അടുത്ത ലെവലിലുള്ള ജലനിരപ്പിലേക്ക് തുറന്നിട്ടുണ്ടോ. പുള്ളിക്കാരി അവിടെ നിന്ന് ലിവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് വാട്ടർ ലെവൽ സെയിം ആയി കഴിഞ്ഞാൽ പിന്നെ ആ വാട്ടർ ലോക്ക് അവർ തിരിച്ചടയ്ക്കുന്നത്. അത് കഴിഞ്ഞ് ബോട്ട് ലോക്കിൽ നിന്ന് പുറത്തേക്ക് വിട്ടിരുമ്പോൾ ഗേറ്റ് അടയ്ക്കും. സോ ഇപ്പം താഴേന്ന് വന്നത് മുകളിലേക്ക് കയറി അങ്ങോട്ടേക്ക് പോയേ. ഇനിയിപ്പോൾ മുകളിൽ നിന്ന് വരുന്നത് ഇങ്ങോട്ട് വന്ന് താഴേക്ക് പോകാനുള്ള പരിപാടിയായിരിക്കും. ഇത് സിമ്പിൾ ലോജിക്കും അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ലോക്കിലെ വാട്ടറിൽ ഇപ്പം മുകളിലത്തെ കനാലിൽ സെയിം ആണല്ലോ. അപ്പൊ ഇനി മുകളിൽ നിന്ന് താഴേക്ക് പോകാനുള്ള ബോട്ടിനായിരിക്കും പ്രയോറിറ്റി കിട്ടുക. ആ ബോട്ട് ലോക്കിനുള്ളിൽ കയറിയിട്ട് ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ മതിയല്ലോ. കണ്ടോ, ആ താഴത്തെ ലെവലിൽ കിടന്ന ബോട്ടാണ് ഇപ്പം മുകളിൽ കയറി അങ്ങോട്ടേക്ക് പോയത്. മുകളിൽ നിന്ന് വന്ന് താഴോട്ട് പോകുന്ന ബോട്ടിനൊക്കെ അവരെ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ വന്നിരുന്നേ. ഓക്കെ, മറ്റൊരു വരുവാണ് തിരിച്ചേ. ഓക്കെ, ആ ബോട്ട് പയ്യെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. മെൽറോയ് ബേ. Slowly entering into the canal. See, അതിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, ലോക്ക് അടയ്ക്ക്. സോറി, ലോക്ക് നേരത്തെ ക്ലോസ് ചെയ്തു. ഇത് ഗേറ്റ് ഇപ്പൊ അടച്ചു. അതായത് ഈ ലോക്കിന്റെ അപ്പർ ലെവലിലെ കനാലിലേക്കുള്ള ഗേറ്റ് അടച്ചു. അത് ലോക്ക് ചെയ്തു കേട്ടോ. Now what they will do is ഇതിനെ ലെവൽ താഴ്ത്താനുള്ള പരിപാടിയാണ്. ഒരു ലോക്ക്, ആ വാട്ടർ താഴേക്ക് താഴെ. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ലിവർ ചെയ്യുമ്പോൾ താഴെ വെള്ളം കണ്ടോ, വെള്ളം ഇങ്ങോട്ടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. രണ്ട് സൈഡിലും ലോക്ക് ഉണ്ട്. ഹെൽപ്പ് ചെയ്യാം. ബോട്ട് ഇരിക്കാൻ തുടങ്ങി. അവരിവിടെ അൺലോക്ക് ചെയ്യുവാണ്. അപ്പോഴത്തേക്ക് ഇതേ ബോട്ട് ഇരിക്കാൻ തുടങ്ങി. നോക്കി, ബോട്ട് താന്ന് പോകാൻ തുടങ്ങി. മറ്റേ വാട്ടർ ലെവലിലേക്ക്, അപ്പുറത്തെ വാട്ടർ ലെവലിലേക്ക് താഴണം. You thought you couldn't see how canals work. It's a nice walk
Yeah. How much is it for a ride? മനോജ് നീ അവിടെ പോ. ആ പോ ഇനി ഒരു സെക്കൻഡ് കൊണ്ട് ഇത് തുറക്കുന്നു. അത് മറ്റേ താഴത്തെ ലെവലിലെത്തിയേ. By the way, ഈ ബോട്ടിൽ വന്നേക്കുന്നത് ലിസ് കാതറിൻ ദമ്പതികളാണ്. റിയലി നൈസ് പേഴ്സണൽസ്. അവരുടെ പെറ്റ്സും കൂടെ ഉണ്ട്. ഗേറ്റ് അപ്പുറത്തെ ലോക്കാണ്. കഴിഞ്ഞു മനോജ്. So they were opening it. Not yet. Not yet. Not yet. വാട്ടർ ലെവൽ രണ്ടും, അതായത് അടുത്ത പോകേണ്ട കനാലിലെയും ആ ലോക്കിലെയും വാട്ടർ ലെവൽ സെയിം ആയെന്ന് നല്ലപോലെ ഉറപ്പിച്ചിട്ട് ബോട്ടിന് സേഫ് ആയിട്ട് പോകാം എന്ന് ഉറപ്പിച്ചിട്ട് മാത്രമേ അവർ ഗേറ്റ് തുറക്കുള്ളൂ കേട്ടോ. ഉണ്ടോ വാട്ടർ ലെവൽ എത്രയും ലെവലിൽ താഴ്ന്നു. ഗേറ്റ് തുറക്കുന്നതും ആ ബോട്ട് ലോക്കിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്നതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ആ ഗേറ്റ് തുറക്കുന്നതെടുക്കാൻ എനിക്ക് പറ്റിയില്ല. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണും. അടുത്ത ലോക്കുകളിൽ അത് എടുത്തിട്ടുണ്ട്. ആ ലിവർ ഉപയോഗിച്ച് അവർ ആ വാട്ടർ ലോക്ക് അടയ്ക്കുന്നതാണെന്ന് പോയി കാണുന്നത് കേട്ടോ. ഈ ലോക്കുകളിൽ നിന്ന് ബോട്ട് ഇറങ്ങി വരുന്നത് അതിന്റെ താഴത്തെ ലെവലിലെ കനാലിൽ നിന്ന് കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഇവിടെയും ആ ഗേറ്റ് തുറക്കുന്നത് എനിക്ക് മിസ്സായി പോയി. അടുത്ത ലോക്കിൽ കാണാൻ കേട്ടോ. അല്ല ഈ സെയിം സാധനം അവിടെ 4-5 ലോക്കില്ലേ അവിടെ അല്ലേ ഈ ബോട്ട് പോകണ്ടേ? എനിക്ക് നിങ്ങൾ കാണിക്കുന്ന വേറെ സാധനമാണ്. ഇതിന്റെ ലാസ്റ്റിൽ ഇപ്പൊ എത്തുമ്പോൾ നിങ്ങൾ സാധനം കാണിക്കും. മനോജ് പോ, ഇങ്ങനെയാണ് ലോക്ക് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞപ്പോൾ ദേ അവർ ക്ലോസ് ചെയ്യുന്നു. ഉള്ളത് പറഞ്ഞാൽ ഇച്ചിരി ഹാർഡ് വർക്കാണ്. You want to help? You want to help at the other side? It's stopped. It's fine. It's stuck. Yeah. അപ്പുറത്തെ ഗേറ്റ് കുറച്ചുകൂടെ അടയാനുണ്ട്. പക്ഷെ വെള്ളം വന്ന് തള്ളുമ്പോഴത്തേക്ക് തന്നെ അടഞ്ഞു പോകാറുള്ളതാണ്. എന്നാലും ഒന്ന് അടച്ചേക്കാം. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ഉരുപ്പടിയാണ്. ഈ ഗേറ്റ് അടയുന്ന താഴത്തെ ലെവലിൽ നമുക്ക് നോക്കിയാലോ. ഇതുവഴി അങ്ങ് തുറന്ന് താഴത്തെ ലെവലിലെത്തി. ആ പിന്നെ ആ മുകളിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടെന്ന് പറഞ്ഞില്ലേ, അതായത് ഈ വഴിയാണ് ഇങ്ങോട്ട് വരിക. ജിനി പറഞ്ഞ ഓവർഫ്ലോ ചാനലാണ്. സൈഡിലോട്ട് കണ്ടോ, ഇങ്ങോട്ടും വന്ന് ചേരുന്നുണ്ട്, താഴോട്ട് വേറെ ഒഴുകി പോകുന്നുണ്ട്. പട് ഓ ഇറ്റ്സ് ഓക്കെ. പുള്ളി അവസാനം ബോട്ട് കരക്കടിപ്പിച്ച് നിർബന്ധിച്ചിനകത്ത് കയറ്റി. Yeah. Okay, mate. Yeah, thank you. Thank you. You can film it going down, eh? Yeah. Did you travel So- from India? From India. Oh, okay. We are living in West Bromwich. Oh, West Bromwich, yeah. My wife is a nurse in Sandwell Oh, Hospital. okay. Yeah. Oh, that's good. Oh, he's nice. So Hello. So, do you still live in India or you live in West Bromwich yourself? We live in West Bromwich Oh, now. okay. Yeah, it's nice around. And I'm working in a care home now. Oh, really? Okay, Yeah. That's good. That's good. Now, what we can do on this next one, we'll take you through the lock. So you can Again film going go down down, now. yeah. Oh, okay. Thank you for this experience. Not a problem, not a problem. Okay. No, not everybody gets the opportunity to do it. Yeah. You know what I mean? So, that's nice. I heard this technique in Panama Canal in Oh, US. yeah. There's- Yeah, Panama. Yeah. Yeah. The same technique, no? Yeah, the locks Logs. they're a lot bigger. Logs, yep. Yeah, big. bigger, Yeah. For ships. Yeah, ships, yeah. This canal here, I think this was built in the late 1700s. So you know It's one of the oldest canals in the UK. Oh, There's a yeah. lot of boat coming. Oh, it's coming now? ഇപ്പോഴേക്ക് എതിർദിശയിൽ വിതരണം വരുന്നുണ്ടായിരുന്നേ. Yeah. ഒരു സിഗ്നൽ കൊടുക്കുന്നുണ്ട്. Oh, you'll go that side now. Yeah, it all sticks. Oh, to the they right. want to turn, yeah, okay. Yeah, it's a bit different to the roads, because on the roads we drive on the left. Oh, On yeah. the canals we drive on the right. Okay. Never understood it. It's against the road rule. Yeah, it's a weird one it is. Hello.
അപ്പോഴത്തേക്കും നമ്മൾ അടുത്ത ലോക്കിൽ എത്തി കേട്ടോ. ബാക്കിയുള്ള ഇന്ത്യൻ കാത്ത അവിടെ ഉണ്ടായിരുന്നു, ക്യാദറിനെ അവിടെ റീച്ച് ചെയ്തിരുന്നു. Oh, we are getting into it now. Yeah, it gets a bit tight. Yeah, okay. ബോട്ടിനകത്തിരുന്ന ആദ്യത്തെ ലോക്ക് എക്സ്പീരിയൻസ് ആണ്. ഞാൻ എന്റെ ത്രില്ലിലാണ്. So are you Sikh, are you? Pardon? Hindu. Sikh or Hindu? Christian? Oh, Christian. Yeah. Oh, okay. My daughter-in-law, she's Sikh. Sikh. Yeah. Oh. Yeah. And my, Yeah, now there is so many Sikhs here. Huh? Yeah. And my boss, he's Hindu. Oh. Yeah. It's good having a mixed culture. Yeah. No, it is. Yeah, it's good. Yeah. അങ്ങനെ ഞങ്ങള് സെക്കൻഡ് ലോക്കിലേക്ക് ബോട്ടിലിരുന്ന് കയറുകയാണ്. ഒരു ബോട്ടിലിരുന്ന് ലോക്കിലൂടെ ട്രാവൽ ചെയ്യുന്ന എക്സ്പീരിയൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡോണ്ട് മിസ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. വീഡിയോകൾ മിസ്സാകാതിരിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കുക. താങ്ക് യു.